കൃഷ്ണാശ്രമം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ. കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അത് സ്കിപ്പൊന്നും ചെയ്ത് കാണരുത്, എങ്കിലേ കഥകളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭദ്രകാളിയെക്കുറിച്ചും ലക്ഷ്മി ദേവിയെക്കുറിച്ചും. അതായത് ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ശിവഭഗവാന്റെ മകളാണ്. കാളി ദേവി ശിവഭഗവാന്റെ മകളാണ്. അതായത് സതീദേവി ആത്മഹത്യ ചെയ്യുമല്ലോ. യാഗത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പരമശിവൻ്റെ രോക്ഷാകുലമായ പരമശിവൻ തൻ്റെ ജട പിടിച്ച് തറയിൽ അടിക്കുന്ന സമയത്ത് വീരഭദ്രനും കാളിദേവിയുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ മകളായിട്ടാണ് കാളിദേവിയെ കണക്കാക്കുന്നത്. അപ്പോൾ കാളിദേവി എന്ന് പറയുന്നത്, കാളിദേവി നമ്മളുടെ ഉപാസന, അതായത് കുടുംബ ദൈവമാണ്, പരദേവതയാണ്. കുടുംബത്തിലെ നമ്മളെല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഭദ്രകാളിയെ ദേവി നമുക്ക് കാണാം. മഹാലക്ഷ്മി ഒരുപാട് അമ്പലങ്ങളില്ലെങ്കിലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ പുറത്തുമായാലും ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ദേവിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഭദ്രകാളി ദേവിയെ നമ്മൾ ഉപാസകരാവണമെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ച ദിവസം, അതായത് ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി കടും പായസം ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ കടും പായസം ഇടയ്ക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ മക്കൾക്കോ ഭർത്താവിന് വേണ്ടിയോ നമ്മളുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയോ കടും പായസം നമുക്ക് അവിടെ നേദിക്കുന്ന ഭാഗ്യ അർച്ചന. പിന്നെ ഭഗവതിക്ക് ഒരു ചുമന്ന പട്ട് കൊണ്ട് കൊടുത്താൽ അത്രയും നല്ല. കാരണം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമന്ന പട്ടാണ്. അപ്പോൾ ചുമന്ന പട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. അതുമാത്രമല്ല, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീടുകളിൽ നെയ് വിളക്ക്, കാലത്തും വൈകുന്നേരവും നെയ് വിളക്ക് നമ്മൾ കത്തിച്ച് വെച്ച് ഭദ്രകാളി പത്തോ ഭദ്രകാളിയുടെ ശ്ലോകങ്ങളോ ഒക്കെ നമ്മൾക്ക് ചൊല്ലാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസമാണ് ഏറ്റവും. അപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ പറ്റിയതും ഭദ്രകാളിക്ക് പൊങ്കാല ഇടാൻ പറ്റിയതും ചൊവ്വാഴ്ച ദിവസങ്ങളാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വെള്ളിയാഴ്ചയും ദേവിക്ക് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഭഗവാന്റെ വാമഭാഗത്ത്, അതായത് നാരായണൻ്റെ വാമഭാഗത്താണ് മഹാലക്ഷ്മി വസിക്കുന്നതും. മഹാലക്ഷ്മിയെ അഷ്ടലക്ഷ്മിമാരെന്നും അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം മഹാലക്ഷ്മിയാണ്. പാർവതിയുടെ അവതാരങ്ങളും ഒക്കെയാണ്. സരസ്വതി ദേവിയാണ്. അപ്പോൾ സരസ്വതി ദേവി, അപ്പോൾ എന്തിനാണ് വെള്ളിയാഴ്ച ദിവസം സരസ്വതി ദേവി ഏതാണ്? ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ് സരസ്വതി. താമരയിലാണല്ലോ ഇരിക്കുന്നത്, പക്ഷെ ബ്രഹ്മാവിൻ്റെ മകളുമാണ്. ബ്രഹ്മാവിൻ്റെ ഭാര്യയായിട്ടും പറയപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്കാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോയി ലക്ഷ്മി നാരായണ പൂജയോ പിന്നെ മന്ത്ര അർച്ചനയോ ഒക്കെ നമുക്ക് ചെയ്യാം. അന്ന ദിവസം നമ്മൾക്ക് വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചു കൊണ്ട് പോകുന്നതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് ഒരു പൊങ്കാലയൊക്കെ ഇടാം. അന്ന് ലക്ഷ്മി സ്തോത്രങ്ങളൊക്കെ ആലപിക്കാം. പിന്നെ വീട്ടിൽ ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം ഇത് ചൊവ്വാഴ്ചയും ജപിക്കാം, വെള്ളിയാഴ്ച ജപിക്കാം. പക്ഷേ വെള്ളിയാഴ്ച ലളിതാ സഹസ്രമൊക്കെ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്തിരിക്കുന്ന മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ ദേവിമാർക്ക് ചൊവ്വയും വെള്ളിയും പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചൊവ്വാഴ്ച ഭദ്രകാളിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്കുമാണ് ഏറ്റവും പ്രധാനം. അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങൾ കുട്ടികൾക്കും ലക്ഷ്മി നാരായണ അർച്ചനയും പിന്നെ വിവാഹം നടക്കത്തുള്ളവർക്കും ഒക്കെ ലക്ഷ്മി സൂക്താർച്ചനയും ഒക്കെ നമുക്ക് ഭാഗ്യ സൂക്താർച്ചനം
പുരുഷസൂക്ത അർച്ചന, പിന്നെ വിദ്യ മന്ത്രാർച്ചന, ഇതൊക്കെ ഏറ്റവും നടത്തുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും മഹാലക്ഷ്മിക്ക് നല്ലത്. ഇപ്പോൾ സരസ്വതിയാണല്ലോ മഹാലക്ഷ്മി. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കരുത്. ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുള്ള ക്ഷേത്രങ്ങളിൽ കഴിവതും പോകാൻ ശ്രമിക്കുക. നെയ്വിളക്ക് നമ്മൾ വീടുകളിൽ കത്തിച്ച് വയ്ക്കുക. ഇതാണ് ചൊവ്വാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെ ലക്ഷ്മിമാരുടെ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണ നമസ്തു. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണ നമസ്തു. ജയ് ശ്രീ രാധേ രാധേ. കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണ നമസ്തു. ജയ്